അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ പോലും അങ്ങനൊരു സമത്വം അങ്ങനെ വാദിക്കുന്നത് തന്നെ സ്ത്രീയുടെ മഹത്വം താഴേക്ക് വലിക്കലെന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവരെപ്പോഴും അവരുടെ മഹത്വം വലുത് തന്നെ, പുരുഷനേക്കാളും മുകളിലാണ്. അത് തിരിച്ചറിയാൻ പറ്റാത്തവരാണ് അവർ. ഞങ്ങൾക്ക് ഒപ്പം എന്ന് പറയുന്നത് ഒപ്പം അല്ല, ഒരിക്കലും ഒരു മുകളിൽ തന്നെയല്ലേ, അങ്ങനെയല്ലേ നിൽക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള പിന്നെ എല്ലാം ഒരു കമ്പനി പോലെയല്ല. നമ്മളൊരു കമ്പനി ജോലിയോ അങ്ങനെ ഒരു സ്ഥിരം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് അവകാശങ്ങൾ ചോദിക്കാനുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞൊരു പ്രൊഡ്യൂസറെ എവിടുന്നോ വരുന്നു, അയാളൊരു 10-30 ദിവസം കൊണ്ട് സിനിമ ചെയ്യുന്നിടത്ത് എന്തവകാശം ചോദിക്കാനാണ്? അയാൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ അയാൾ ചെയ്തിട്ട് പോകത്തില്ല. ആർക്കാ? നമുക്ക് വേണമെങ്കിൽ ചേരാം, വേണമെങ്കിൽ ചേരണ്ട. എനിക്കിവിടെ എന്തായാലും നമുക്ക് മോശമില്ലാതെ നിയമവും കാര്യങ്ങളൊക്കെ നടക്കും. എത്ര മറച്ചു വെച്ചാലും ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. അതിപ്പോൾ അതിനു വേണ്ടി ഒരു സംഘടന ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെ. ചിലപ്പോൾ കുറച്ചുകൂടെ ശക്തമായിട്ട് വാദിക്കാൻ ആളുണ്ടായിരുന്നത് ചേർന്നാൽ നമ്മളതിൽ പെട്ടുപോകുമെന്ന് കരുതി മാറി നിൽക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് അതിൽ അങ്ങനെ ഉള്ളതുകൊണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മോഡലിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. നമുക്ക് ലോകത്തൊരു നിയമം നീതിയൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ പോകും. പിന്നെ എന്തെങ്കിലും ഒരു ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മ, കുറച്ച് പേർക്ക് അങ്ങനെ നിൽക്കാം, അങ്ങനെയൊക്കെ ഉള്ളൂ. ക്ലബ്ബ് പോലെ അങ്ങനെയൊക്കെ. തെറ്റല്ല, ഓരോരുത്തരുടെ ഇഷ്ടം. എങ്കിൽ അതില്ലാന്ന് വെച്ചിട്ട് സ്ത്രീയുടെ ഒരൊന്നും കുറഞ്ഞു പോകുന്നില്ല, കുറഞ്ഞു പോകുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ പക്ഷം. അവരില്ലായിരുന്നെങ്കിലും എന്നല്ല, അവരുടെ പേരില്ല പറയുന്നത്. അങ്ങനെ വാദിക്കുന്നവരാരായാലും അങ്ങനെ ഇല്ലേലും അത് കൃത്യമായിട്ട് തന്നെ നടക്കത്തുള്ളൂല്ലോ. അതുകൊണ്ടായിരുന്നു അത് ഇങ്ങനെ ആയതെന്ന് എല്ലാം ഞാൻ വിശ്വസിക്കുന്നില്ല. അതങ്ങനെ തന്നെ നടക്കും. അത് നന്നായി തന്നെ കുറ്റം ചെയ്തവരാണോ ചെയ്തില്ലെങ്കിലോ അതെന്തായാലും അതാരാ ചെയ്യേണ്ടത്? ആരാ? സർക്കാരാണോ? സർക്കാർ സിനിമ ചെയ്യുന്നില്ലല്ലോ. സാറൊരു സിനിമയ്ക്ക് വന്നാൽ പൈസ മുടക്കി എന്നെ വേണമെങ്കിൽ വെക്കാം, അവരെ വേണമെങ്കിൽ വെക്കാം, നമുക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ നമ്മളിത് ഒഴിഞ്ഞു നിൽക്കാം. അല്ലെങ്കിൽ നമുക്ക് അയാളോട് പറയാം എനിക്ക് ഇന്ന സൗകര്യം വേണമെന്ന് പറയാം. ആ ആളല്ലേ, അതിനൊരു പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ അല്ലേ, അവരല്ലേ അത് ചെയ്തു തരേണ്ടത്. അവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്കങ്ങ് മാറിയാൽ പോരെ. ഇവിടെ സ്ഥിരമായിട്ടൊരു സ്ഥിരം സിനിമ എടുക്കുന്ന ഒരു ഫാക്ടറി അല്ലല്ലോ. അപ്പോൾ അവിടെയാണ് എൻ്റെ തർക്കം. അത് ആരോടാവുന്നത് നമ്മൾ ചോദിക്കാനുള്ളതെന്നാണ്. എനിക്ക് ഇവിടുത്തെ സൗകര്യം പോരാ എന്ന് പറയാൻ ആളല്ലേ അത് ചെയ്തു തരേണ്ടത്. ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതാണ് WCC പോലുള്ളവർ രംഗത്ത് വരാൻ കാരണമെന്നാണ് പറയുന്നത്. അതില്ല, അത് ഈ അമ്മ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മാറ്റം സിനിമയ്ക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വന്നത്. ഇല്ലെങ്കിൽ ആരും മിണ്ടത്തില്ല. സംഘടനകൾ വരുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. നമുക്ക് ലഘൂകരിച്ച് കാണാൻ പറ്റും. അതായത് ഈ ഇത്തരം സംഘടനകളല്ലേ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് ഇൻഡിവിജ്വലി പോയി ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംഘടനയായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഈ സംഘടന ആവുന്നതിന് മുമ്പ് തന്നെ അവർ മാറ്റി വേറെ ആളെ തീരുമാനിക്കില്ല. അങ്ങനെ ഇടപെടാൻ പലയിടത്തും പറ്റാറില്ല. ഈ സംഘടന ഇടപെടാത്ത ബന്ധങ്ങൾ ഇവർ തമ്മിലും ഉണ്ടാവും. അല്ലാതെ അവിടെ സംഘടനയൊന്നും പിന്നീട് വീഴ്ച വരുമ്പോൾ മാത്രമേ സംഘടനയെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അതിനു മുമ്പേ സംഘടനയെക്കാളും വലിയ അടുപ്പവും ബന്ധവും ഒക്കെ അവർ തമ്മിലുണ്ടാവും. ആദ്യത്തെ കേസ് കഴിഞ്ഞിട്ട് തന്നെ ഹോമിൽ തന്നെ ഉള്ള ഒരു നടിയിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് അവരെ ഞാൻ തന്നെ ആ പടത്തിൽ കാണുന്നത് ആദ്യമായിട്ട്. ആ ഡയറക്ടർ ആ പടത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരൊരു സംഘടനയിലോ മെമ്പറോ ഒന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അങ്ങനെ ആരൊക്കെ വരുന്നു, ആണുങ്ങൾ വരുന്നു, പെണ്ണുങ്ങൾ വരുന്നു, അവർക്ക് തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങളും അടുപ്പങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് അന്വേഷിക്കാനോ അങ്ങനെ ഒളിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യുമൊന്നുമില്ല. അതൊക്കെ ഏത് തൊഴിൽ സ്ഥാപനങ്ങളിലോ എവിടെയോ സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പല നടിമാരും തന്നെ മലയാള സിനിമയിൽ തന്നെ പല നടിമാരും തുറന്നു പറയുന്നുണ്ട്, അഭിനയിക്കുന്നെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും എന്ന് അവരോടെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുകയില്ലേ? അത് പണ്ട് നമ്മൾ സിനിമ കാണാൻ തുടങ്ങിയ കാലമ്പോൾ ഇതിനേക്കാളും മോശമായിരുന്നു സാർ. ഇപ്പോഴത് തുറന്നു പറയാനുള്ളൊരു
വേദിയും സ്വാതന്ത്ര്യം ഉണ്ടായി. നമ്മൾ അത്രത്തോളം വളർന്നു എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒരു സംശയം, ഈ ഇത്തരം പരാതികളും ആവലാതികളും ഒക്കെ പരിഹരിക്കുന്നതിന് അമ്മയ്ക്ക് കഴിയുന്നുണ്ടോ? അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ എന്തോ ചെയ്യാനാണ്? നമുക്ക് നമ്മൾ അവരവരെ നോക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. അമ്മ അവിടെ കൂട്ടത്തിൽ ഒരാൾ വീണുപോയാൽ ഒന്ന് താങ്ങാം, എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാം എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു തൊഴിൽപരമായിട്ട് അങ്ങനെയുള്ള സ്ഥാപനമേ അല്ല. എനിക്ക് കാശ് കിട്ടില്ലെങ്കിൽ വാങ്ങിച്ചു തരാൻ പോലും നിയമപരമായിട്ട് അവരെ കൊണ്ട് പറ്റത്തില്ല. അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പരമാവധി ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് പരിധിയുണ്ടെന്ന് പറയുള്ളൂ സാർ. അമ്മയിൽ മുമ്പറായിട്ടുള്ള ആൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് അതിങ്ങനെ പറഞ്ഞോ ഇങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. സംഭവിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അത് നമ്മളുടെ വ്യക്തികളുടെ ഒരു സവിശേഷത കൂടെ ഉണ്ടേ. അമ്മ ഒരു പക്ഷേ അത് ചെയ്യാത്തതുകൊണ്ടായിരിക്കില്ലേ WCC മുതലുള്ള സംഘടനകൾക്കൊക്കെ വരേണ്ടി വരുന്നത്? അമ്മ എന്ത് ചെയ്യുന്നതാണ് സാർ പറയുന്നത്? നടി സംഘടന അത് ഇവർ പറയുന്നതല്ലേ. ഇവരില്ലായിരുന്നെങ്കിൽ ഒന്നും കിട്ടൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. സംഘടനയ്ക്ക് മുകളിൽ വളർന്ന് നിന്ന് പ്രസംഗിച്ചിട്ട് സംഘടനയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അവിടെ ഇരിക്കുന്നവർക്കൊക്കെ അത് നടത്തിക്കൊണ്ട് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടേ ഉള്ളൂ. ആരും വേറെ എല്ലാവരും കയ്യിൽ നിന്ന് ചെലവ് ചെയ്തും സമയം കളഞ്ഞുമാണ് നിൽക്കുന്നത്. കുറേ പേര്, എത്ര പേരുണ്ട് അവർക്ക് പെൻഷൻ പോലെ അത് തീരുമ്പോൾ ഉണ്ടാക്കുക. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഇതുപോലെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊരു സമയം രൂപീകരിക്കും. അതുകൊണ്ടും തീരുന്നില്ലല്ലോ. ഇതൊക്കെ നമുക്കിങ്ങനെ ഓരോ സംഘടനയും പറയാം, നിയമം പറയാമെന്നുള്ളതല്ലാതെ അവരവരുടെ കാര്യം ഓരോ വ്യക്തിയും തീരുമാനിക്കുന്നതോ അവരുടെ പ്രവൃത്തിയുടെ ഫലം തന്നെ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ പരാതി പോലും ഇന്ന് വലുതാവും. അങ്ങനെ വലുതാക്കാൻ ഇത്തിരി ക്യാമറ മുമ്പിലൊക്കെ സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരെങ്കിൽ അത് വിഷയം കുറച്ചുകൂടെ വലുതാവും. ഈ കേരളം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഒരു നടിക്കെതിരെ ആക്രമണം ഉണ്ടായി. ഇപ്പോൾ ദിലീപ് എന്ന ഡയറക്ടറാണ് അതിൻ്റെ പുറകിലെന്ന് പൊതുജനം അല്ലെ സമൂഹം സംശയിക്കുന്നു. അതിൽ ഒരുപാട് ചർച്ച കിടക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് ആ നടനെതിരെ ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ ആ നടനെ മാറ്റി നിർത്താനോ ആയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പബ്ലിക് പ്രഷർ വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. അല്ല, അത് ചെയ്യാൻ നിയമം അല്ല. നമുക്കങ്ങനെ അതിൻ്റെ ഭവിഷ്യത്തും ഒരുപാട് അമ്മ അനുഭവിച്ചു. അന്നങ്ങനെ പറഞ്ഞിട്ട് പുറത്താക്കി. അങ്ങനെ വേറെ കോടതിപ്പോയി അങ്ങനെ പുറത്താക്കാൻ സംഘടനയ്ക്ക് അവകാശമല്ല. നോട്ടീസ് കൊടുത്ത് കാരണം ചോദിക്കാം, കുറ്റമാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയേക്കാം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ പറയാം. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുകയാണ്. അതൊക്കെ ചെയ്തു. വ്യക്തിപരമായിട്ട് ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാവുന്ന ഒരാളങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞാൽ പോലും അതിശയമായിട്ട് തോന്നും. എനിക്ക് രണ്ടുപേരെ അറിയാം. അതിന് കുഞ്ഞു മുതലേ അറിയാം. ആളുടെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സുഹൃത്തുക്കളാണ്. നല്ല മോളെപ്പോലെ തന്നെ. നമുക്കിതൊക്കെ സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ അതിന് എവിടെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കാത്തിരിക്കാം. നിയമം എന്താണ് ശക്തമായിട്ട് പോകുന്നത് നമുക്ക് നോക്കാൻ തന്നെ അപ്പുറം ദുഃഖമേ ഉള്ളൂ. വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. കാരണം നടിയുടെ അച്ഛനുമായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. അപ്പം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തരത്തിൽ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ടും വേണ്ടിയിട്ടില്ല. എന്തു പറഞ്ഞാലും അപകടമാവുള്ളൂ എന്നറിയാം. നമ്മളെ ഒരു പക്ഷത്താക്കി കളയും. അതാ എന്തു പറഞ്ഞാലും ഒന്നീ എന്നെ ആ പക്ഷത്തോ ഈ പക്ഷത്തോ ആക്കും. അത് രണ്ടും വേദനയാണ്. അതൊക്കെ കുഴപ്പമാണ്. അതൊക്കെ ഫോണും കാര്യവും അങ്ങനെയൊക്കെ ഞാനങ്ങനെ വിളിക്കാറില്ല. ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ അടുത്ത് ചിലപ്പം ബൈജു, പ്രേംകുമാർ അങ്ങനെയൊക്കെ അടുത്തുള്ളവരെല്ലാതെ ആരും വിളിക്കാറില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ. അവരങ്ങനെ എല്ലാ ഫോണും എടുക്കുകയില്ല. കൂടെ ആളൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തീരെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മറുപടി പറയാൻ തന്നെ ചിലപ്പോൾ വിഷമമായിരിക്കും. അവർ ചോദിക്കില്ലേ എങ്ങനെ തോന്നുന്നോ? ചിലപ്പോൾ അവർ വിചാരിക്കും എന്നിട്ട് ആൾ മിണ്ടായിരിക്കുന്നല്ലോ, എന്നെ സഹായിച്ചില്ലോ എന്ന് ഈ രണ്ടുപേർക്കും തോന്നാം. ഇല്ല, ദിലീപ് എത്രയോ കാലത്തിന് ശേഷം ഇപ്പോഴോ കാണുന്നതാണ്. ആ ഹോം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്.
പുള്ളിക്ക് സംസാരിക്കുകയും പടത്തിനെ കുറിച്ച് ഒക്കെ സംസാരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാണൽ തന്നെയുള്ളൂ. ഒരു വലിയ ആ ഒരു സംഭവം അവരുടെ മാത്രമല്ല, അത് ഭയങ്കരമായിട്ട് ഒരുപാട് വ്യക്തികളുടെ മനസ്സിൽ മുറിവും. ഇപ്പം പറയുമ്പോൾ എല്ലാം അമ്മ എന്ന് പറയുന്ന പോലെ തന്നെ അതിനകത്ത് നമ്മളൊക്കെ തന്നെ ഉള്ളതല്ലേ, എന്തോ ചെയ്യും. ഈ സംഭവം മലയാള സിനിമയിൽ ഈ സംഭവത്തിന് മുമ്പും പിമ്പും എന്ന തരത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സൂക്ഷിക്കാൻ തുടങ്ങി എല്ലാവരും ഈ പറയുന്ന പോലെ എല്ലാവരും ഇപ്പോൾ അവരവരിലേക്ക് ചുരുങ്ങുകയാണ്. കുറേ കൂടെ ചുരുങ്ങും, കുറേ കൂടെ അതിലോട്ട് അങ്ങനെയാവും. ഈ കൂട്ടുകെട്ടുകൾ അതാണ് പറയുന്നത്. കൂടെ നമ്മളെ ഒരു ആരെങ്കിലും കൊണ്ട് നടക്കുന്ന ആൾ അവരെന്ത് ചെയ്യുന്നു എന്നറിയാൻ പറ്റില്ല, അതും ഇങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ സൂക്ഷിക്കാൻ തുടങ്ങി. കൂടെ കരുതുന്ന സഹായിക്കാൻ കൊണ്ടുവരുന്നവരായാലോ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ പരക്കെയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ബന്ധങ്ങളിലും അത് വിള്ളലുണ്ടാക്കിയോ? താരങ്ങളിലും ഇല്ല, അതുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതെല്ലാവരും കൂടിയിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഹോമിന് അവാർഡ് കിട്ടാത്തതിന് ഒരു പരിഭവം ഉണ്ടായിരുന്നു. ഇല്ലല്ല, അതങ്ങനെ ഞാൻ ഇതിനേക്കാളും പറയണമെന്നില്ല. പറഞ്ഞാൽ എനിക്ക് കൊതിക്കരുതെന്ന് കരുതും. എനിക്കായിരുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമ എന്ന് അംഗീകരിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതാ. പക്ഷെ ആ സിനിമയെ പരാമർശിക്കുക പോലും ഒന്നും ചെയ്തില്ലല്ലോ. ആ സിനിമയുടെ പിന്നിലും ഒരു ഡയറക്ടറുണ്ട്, മ്യൂസിക്, ഒത്തിരി പേരില്ലേ. എനിക്ക് കിട്ടാത്തുള്ളൂ. എനിക്ക് നേരത്തെ അതിനു മുമ്പ് കിട്ടി. അങ്ങനെയല്ല, മത്സരിക്കുമ്പോൾ അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. ഒരുപാട് പേരില്ലേ. കിട്ടിയൊരു മോശക്കാരല്ലല്ലോ. സിനിമകളുടെ കൂട്ടത്തിൽ അതിനെ കണ്ടില്ലാത്ത പോലെ വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പിന്നിലുള്ള ആ സംഭവമൊക്കെ വെച്ചിട്ട് നേരത്തെ ആ നടിയുടെ കാര്യം അതുകൊണ്ടൊക്കെ ഒഴിവാക്കിയാൽ എങ്കിൽ അവർ ഒഴിവാക്കിയത് ആ കാരണം പറഞ്ഞാൽ മതി, പരാതി വരില്ല നമുക്ക്. അങ്ങനെ ഒരു കാരണം ഉള്ളതുകൊണ്ട് നമ്മളതിനെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ എന്തായിരിക്കും കാരണം നമുക്ക് കണ്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ്. പക്ഷെ വളരെ സംയമനത്തിൽ മാത്രം പെരുമാറുന്ന ഇന്ദ്രൻസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഭയങ്കര വൈകാരികമായി സംസാരിക്കുന്നത് എന്നാണ് കാണുന്നത്. അത് പിടിവിട്ടു പോയതാണ്. ഇല്ല, അങ്ങനെ സംസാരിച്ചില്ല. എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് ഞാൻ ഇവരുടെ അടുത്ത് ചോദ്യങ്ങൾക്ക് നമ്മളെന്തോ അതിന് കമ്മിറ്റി അവരല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സിനിമ എന്താണ് നിങ്ങൾ എല്ലാവരും ഭയങ്കരമാണെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താണ് അവർ അത് കണ്ടവരൊക്കെ നന്നാണെന്ന് പറഞ്ഞു. അവർ കണ്ടിട്ടുണ്ടാവില്ല, അതില്ലാതെ മറുപടി ഇല്ലല്ലോ അതിന്. ഒരിക്കലും സംയമനം ഇല്ലാതെ ജീവിതത്തിൽ പെരുമാറാറില്ലാത്തൊരു മനുഷ്യനാണ്. ഇല്ല, ചിലപ്പോഴൊക്കെ ഭയങ്കര കുഴപ്പമാണ്. അല്ലാതെയൊക്കെ എപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എവിടെ അങ്ങനെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം ഏതാ? ദേഷ്യം വരായിരുന്നു എല്ലാം ഇഷ്ടം.